എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പ്രധാനമായിട്ടും മുൻപ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഫിഷറീസ് ഓഫീസർ എക്സാമിന് മാസ്റ്റർ കി അക്കാഡമി പഠിപ്പിച്ച ചോദ്യങ്ങൾ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാം. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറും നമ്മൾ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് 1-2 ചോദ്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള 1-2 ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പക്ഷേ സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് കേരള PSCയുടെ മുൻവർഷ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇത് സ്ഥിരം ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ച് അങ്ങിട്ടാണ്, കാരണം നിങ്ങൾക്ക് ഒറ്റയടിക്ക് 2 ചോദ്യങ്ങൾ അങ്ങ് പഠിച്ചു വയ്ക്കാം. കാരണം വൺ ഓഫ് ദി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടെയാണ്. ഒന്ന്, എക്സ്പെക്ടേഷൻ ഓഫ് x/n എന്താണെന്നാണ് ചോദ്യം. അതിനു മുമ്പ് എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ X is equal to small x is equal to NCX P raised to X Q raised to n minus x. ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ, ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ NP ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ NPQ ആണ്. ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, ജനറലായിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്. നോക്കണേ, എക്സ്പെക്ടേഷൻ ഓഫ് AX എന്ന് പറഞ്ഞാൽ അത് A ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. പക്ഷെ വേരിയൻസ് ഓഫ് AX എന്ന് പറഞ്ഞാൽ എന്താണ്? അത് A² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഈ ഒരു പ്രീ റിക്വിസിറ്റ് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ 2 ചോദ്യങ്ങളും സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ചൊന്ന് ആൻസർ പറഞ്ഞ മക്കളെ. ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ചോദിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x/n എന്തുവാന്നാണ് ചോദിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് x/n, അവിടെ 1/n കോൺസ്റ്റന്റ് അല്ലേടാ. 1/n ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വരും, ശരിയല്ലേ? സോ 1/n ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണെന്ന് പറഞ്ഞു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? NP ആണ്. സോ NP നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നും എന്നും കട്ട് ചെയ്താൽ ആൻസർ എന്ത് വരും? P വരും ആൻസർ. ശരിയാണോ നോക്കിക്കേ, സംഭവം സെറ്റ് അല്ലേ? സോ ഓപ്ഷൻ C, P ഈസ് ദ ആൻസർ. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ ചോദ്യം വേരിയൻസ് ഓഫ് x/n കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതേടാ നോക്കിക്കേ, വേരിയൻസ് ഓഫ് AX എന്ന് പറഞ്ഞാൽ A² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ വേരിയൻസ് ഓഫ് x/n എന്ന് പറഞ്ഞാൽ എന്ത് വരുവാടാ? 1/n². അവിടെ 1/n ആണ് കോൺസ്റ്റന്റ്, അത് പുറത്ത് വരുമ്പോൾ അത് സ്ക്വയർ ആവും. 1/n² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/n² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം? NPQ ആണെന്ന് നമുക്കറിയാം. സോ അപ്പോൾ നമ്മൾ NPQ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1/n² ഇൻറ്റു NPQ. അവിടെ സ്ക്വയറും എന്നും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി മുകളിലൊരു PQ ഉണ്ട്, താഴെ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ ഒരു n ഉണ്ട്. സോ PQ/n, ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ, എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ്, എന്താണ് വേരിയൻസ് ഓഫ് AX, എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് AX, എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് x/n ഇൻ ദ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് വേരിയൻസ് ഓഫ് x/n ഇൻ ദ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കാം അടുത്ത. എക്സ് ഫോളോസ്, അടുത്ത സിലബസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ X is equal to small x is equal to e raised to minus lambda lambda raised to x divided by x factorial. ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് കേസാണ്. അത് തന്നെ വളരെ പ്രാധാന്യാർഹിതമായൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ആ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുകയും പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ആ ഒരു ലിമിറ്റിംഗ് കേസിനെയാണ് നമ്മൾ എന്തിലേക്ക് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്?
പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പരാമർശിച്ചു. എന്തായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? നോക്കണം മക്കളെ. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പറയാം. പി എന്തായിരുന്നു? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ് അല്ലേ? നമ്പർ ഓഫ് ട്രയൽസ് ആണ് എൻ എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് ക്യൂ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും കൂടെ കൂട്ടിയാൽ 1 വരും. ശരിയല്ലേ? ഓക്കെ അല്ലേടാ? ഈ n വളരെ കൂടുകയും p വളരെ കുറയുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ലിമിറ്റിംഗ് കേസ് ഫോർ എന്താണ്? n വളരെ കൂടുകയും p വളരെ കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന സാധനമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലേക്കുള്ള ലിമിറ്റിംഗ് കേസ്. നോക്കടാ, ഇനിയിപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്തോരാടാ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന് 2 കൊടുക്കുക. ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. എക്സ് കാണുന്ന സ്ഥലത്ത് 2 കൊടുത്തു. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാലോ ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഇത് രണ്ടും എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദിസ് എന്നാണ് പറയുന്നത് അല്ലേ? ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇവിടെ നമുക്ക് ഇ റൈസ് ടു മൈനസ് ലാംഡ കട്ട് ചെയ്യാം. സോ ലാംഡ സ്ക്വയറും റൈസ് ടു 4 വെട്ടിയാൽ ഒരു സ്ക്വയർ വരും. സോ 1 ബൈ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഇൻറ്റു ലാംഡ സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയലിനെ 2 ഇൻറ്റു 1 എന്ന് എഴുതാം. 6 ഇൻറ്റു ലാംഡ സ്ക്വയർ ബൈ 4 ഫാക്ടോറിയലിനെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതാം. ഓക്കെ ആണോ? നോക്കിക്കേ. സോ ഇവിടെ നമുക്ക് 2 3 6 മുകളിലുള്ളൊരു 6 കട്ട് ചെയ്യാം. ഈ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. സോ 1 ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ 2 എന്ന് വരും. അവിടുന്ന് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു √2 വരും ആൻസർ. സോ ലാംഡയുടെ വാല്യൂ എത്രയാണ് കിട്ടുക? √2 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി √2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതിന് മുൻപ് 1-2 പരീക്ഷകൾ കുറച്ച് വർഷങ്ങളിലൊക്കെ നടന്ന എക്സാംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിന് മുൻപ് നടന്ന ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു വന്ന അനുസരിച്ച് 3ാമത്തെ ചോദ്യം. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പി വാല്യൂ ഓഫ് എ ടെസ്റ്റ് ഈസ് 0.07. ഒരു ടെസ്റ്റിൻ്റെ പി വാല്യൂ എന്ന് പറയുന്ന 0.07 ആണ്. സോ ആൽഫ വാല്യൂ എന്താണെന്നറിയാം? 0.05 ആണെന്നറിയാലോ. അതിനേക്കാളും വലുതാണ് പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ എന്താണെന്നറിയാം? ഡു നോട്ട് റിജക്റ്റ് H0 അല്ലേ? ഡു നോട്ട് റിജക്റ്റ് H0 ആണ് ആൻസർ വരിക. പി ഗ്രേറ്റർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് റിജക്റ്റ് H0 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിത്ത് റെഫറൻസ് ടു എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് റിലേറ്റഡ്. പൊട്ടത്തെറ്റാണ്. നമുക്കറിയാം വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് അല്ലേ? ശരിയല്ലേടോ? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എടുത്താൽ നമുക്ക് വേരിയൻസ് കിട്ടും. ഇതാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ അല്ലേ? വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? വേരിയൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. വേരിയൻസ് എന്താണ്, മീൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്ന കാര്യമാണ്. വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 100% ശരിയാണ്. ഇനി വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതിനകത്ത് എല്ലായ്പ്പോഴും ശരിയാവുന്നത് എന്ത് എന്നുള്ള അർത്ഥത്തിലാണ്
സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ അതിനകത്ത് എല്ലാ കേസിലും ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കണം. ഇതിനകത്ത് വേരിയൻസും നമ്മൾ സിഗ്മയ്ക്ക് 1 കൊടുത്താൽ വേരിയൻസും 1 തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദാറ്റ്സ് എ സ്പെഷ്യൽ കേസ്. 1 മാറ്റി 2 കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോത്തില്ലേ? എല്ലായ്പ്പോഴും അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമിന് കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒരു നിർവചനമായി അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ എല്ലാ നമ്പേഴ്സിലും അത് അംഗീകരിക്കപ്പെടണം. അപ്പോൾ എല്ലായ്പ്പോഴും ശരിയാവുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇഫ് സം സ്പെഷ്യൽ കേസസ് ആർ ദെയർ ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ ഓൾവേസ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് വൺ തെറ്റാണെന്ന് ഓൾറെഡി പറഞ്ഞു. വേരിയൻസ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാൻ പറ്റുമോ? അല്ല. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ ചെറുതാണെന്ന് പറയാൻ പറ്റുമോ? സപ്പോസ് വേരിയൻസ് എന്ന് പറയുന്നത് 9 ആണെന്ന് വെച്ചോളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? √9 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3. ശരിയല്ലേടോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആണ് വരിക. സോ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലെസ് ദാൻ വേരിയൻസ് അല്ലേ? വേരിയൻസ് 9ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3ഉം അല്ലേ? 3 ലെസ് ദാൻ 9 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലെസ് ദാൻ വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലെസ് ദാൻ വേരിയൻസ്. അത് നേരെ തിരിച്ചല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? വേരിയൻസ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് തെറ്റാണ്. ഓൾവേസ് വേരിയൻസ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. സോ വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്കിവിടെ പരിഗണിക്കാൻ പറ്റുക അല്ലേ? വേരിയൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ഓപ്ഷൻ ഡി ബി ഓൺലി എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേടോ? ബി ഓൺലി എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇൻ റിഗ്രഷൻ അനാലിസിസ് ദ വേരിയബിൾ ദാറ്റ് ഈസ് ബീങ് പ്രഡിക്റ്റഡ്. റിഗ്രഷൻ അനാലിസിസിൻ്റെ റിഗ്രഷൻ കോയിഫിഷ്യൻ്റ്, കാൾ പിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, റിഗ്രഷൻ കർവുകൾ, റിഗ്രഷൻ ലൈൻസ്, ഇന്റർസെക്ഷൻ ഓഫ് ഇന്റർസെക്ഷൻ ലൈൻസ്, റിഗ്രഷൻ ഓഫ് എ ഓൺ ബി, റിഗ്രഷൻ ഓഫ് ബി ഓൺ എ, ഇതൊക്കെ വെച്ചിട്ട് സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. വളരെ അടിസ്ഥാനപരമായ ബേസിക് ഐഡിയ ഫ്രം റിഗ്രഷനിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങൾ, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വളരെ ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിന് ചോദിക്കുക. അപ്പോൾ അത്യാവശ്യം തിയറട്ടിക്കൽ സൈഡ് നോളജ് ഉണ്ടെങ്കിൽ ഈസി ടു സ്കോർ ആണ്. റിഗ്രഷൻ അനാലിസിസിൽ വേരിയബിൾ ദാറ്റ് ഈസ് ബീങ് പ്രഡിക്റ്റഡ്. റിഗ്രഷൻ അനാലിസിസിൽ പ്രഡിക്റ്റ് ചെയ്യേണ്ടതായ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്പെൻഡന്റ് വേരിയബിൾസ്. എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾസ്. 6ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ ആൻഡ് വേരിയൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസും എങ്ങനെയാണ്? മീനും വേരിയൻസും നമ്മൾ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ധാരാളം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ബോത്ത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. എമംഗ് ഓൾ ഓഫ് ദീസ് ഡിസ്ട്രിബ്യൂഷൻസ് ഒരു കാര്യം നമുക്ക് വളരെ 100% ഉറപ്പിച്ച് പറയാവുന്നത്, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, മീനും വേരിയൻസും സെയിം ആയിട്ട് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുമ്പോഴും പ്രോബിലിറ്റി ഓഫ് സക്സസ് വളരെ കുറയുമ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലിമിറ്റഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സം ലിമിറ്റിംഗ് കേസ്. ആൻഡ് ദാറ്റ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് P of capital X is equal to small x is equal to e raised to minus lambda, lambda raised to x by എന്താണ് x ഫാക്ടോറിയൽ എന്ന് നമ്മൾ പറഞ്ഞു. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ ആ ലാംഡ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ലാംഡനെ വിളിക്കുന്ന പേരാണ് മീൻ. ആൻഡ് ദാറ്റ്സ് NP. ശ്രദ്ധിക്കണം, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ, ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ ഈ ലാംഡ എന്ന് പറയുന്നതാണ് മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. അതേ ലാംഡ തന്നെയാണ് വേരിയൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ലാംഡ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ NP ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. N വളരെ കൂടുതലും P വളരെ കുറവുമായിരിക്കും. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ മീനും വേരിയൻസും സെയിം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ എ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ആരൊക്കെ സെയിം ആയിരിക്കും? മീനും വേരിയൻസും സെയിം ആയിരിക്കും. അടുത്തത് 6ാമത്തെ ചോദ്യമല്ലായിരുന്നോടാ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
In a distribution, as the sample size increases, what happens to the standard error? Sample size is inversely proportional to, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സ്ക്വയർ റൂട്ട് ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം കുറച്ചുകൂടെ എളുപ്പത്തിൽ, സ്റ്റാൻഡേർഡ് എറർ അല്ലേ, സ്റ്റാൻഡേർഡ് എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സാമ്പിൾ സൈസ്. അതായത് സ്റ്റാൻഡേർഡ് എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n. നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണല്ലോ, the relation between standard error and sample size. If sample size increases, standard error decreases according to the inversely proportionality relationship. അല്ലേ, സാമ്പിൾ സൈസ് കൂട്ടിയാൽ സ്റ്റാൻഡേർഡ് എററിന് എന്ത് സംഭവിക്കും? സാമ്പിൾ സൈസ് കൂട്ടിയാൽ സ്റ്റാൻഡേർഡ് എറർ കുറയും. സോ ഓപ്ഷൻ ബി ഡിക്രീസസ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, സാമ്പിൾ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എററിന് എന്ത് സംഭവിക്കും? സാമ്പിൾ സൈസ് കൂട്ടിയാൽ സ്റ്റാൻഡേർഡ് എറർ കുറയും. ഓക്കെ, എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The purpose of hypothesis testing is to make a judgment about the difference between. ഹൈപ്പോത്തീസിസ് ടെസ്റ്റിൻ്റെ എന്തിനാണ് പ്രധാനമായും ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ ഡിഫറൻസ് അല്ല സാമ്പിൾ എന്താണ് നമ്മുടെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിലൂടെ കിട്ടുന്നത്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെയും ഡിഫറൻസ് ആണ് അല്ലേ. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെയും ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിൽ നിന്ന് പ്രധാനമായും എന്തിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പോപ്പുലേഷൻ പാരാമീറ്റർ. ഒൻപതാമത്തെ ചോദ്യം നോക്കിക്കോളൂ. When the correlation coefficient is close to 1, correlation coefficient അഥവാ നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, കോറിലേഷൻ മേ ബി 0 പോസിറ്റീവ് നെഗറ്റീവ്, -1 to 1 ആണ് അതിൻ്റെ റേഞ്ച്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ ഒക്കെ കണ്ടീഷൻ നമ്മൾ പഠിച്ചു വയ്ക്കും. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിലേക്ക് വരുമ്പോൾ ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 1 അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് ചോദ്യം. When the correlation coefficient is close to 1, then we can say that there is a strong linear relationship between the two variables. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 1 അടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആണ് കാണിക്കുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 1 അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് കാണിക്കുന്നത്? there is a strong linear relationship between the variables. വേരിയബിൾസ് തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 2 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1, ടി ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ് ആർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടി ടെസ്റ്റ് ആയാലും എഫ് ടെസ്റ്റ് ആയാലും ഹൈ സ്ക്വയർ ടെസ്റ്റ് ആയാലും പാരാമെട്രിക് ടെസ്റ്റുകളാണ്. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, ടി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ് whereas എഫ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ മോർ ദാൻ 2 ഗ്രൂപ്പ്സ്. 100% ശരിയാണ്. ടി ടെസ്റ്റ് പ്രധാനമായിട്ടും 2 ഗ്രൂപ്പ്സിന്റെ കമ്പാരിസണിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എഫ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മോർ ദാൻ 2 ഗ്രൂപ്പ്സ്. അനോവയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരം. സോ ഈ 10 ചോദ്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ആ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള 8 ചോദ്യങ്ങൾ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് ഡയറക്റ്റ്ലി എക്സാമിന് കിട്ടിയ ചോദ്യങ്ങളാണ്. അപ്പം ഒറ്റയടിക്ക് ഒരു നല്ല സ്കോർ ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു മൊഡ്യൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മൊഡ്യൂൾ. ഓക്കെ,
ഫിഷറീസ് ഓഫീസർ എക്സാമിന് നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ചോദിച്ചത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വേഗം സ്കോർ ചെയ്ത് പോകാവുന്ന ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടുന്ന് ചോദിക്കുകയുള്ളൂ. ഹയർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോംപ്ലിക്കേറ്റഡ് ആയ തലങ്ങളിലേക്ക് പോകുന്ന വളരെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുകളുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറില്ല. വളരെ പ്രാധാന്യാർഹിതമായ അടിസ്ഥാനപരമായ അറിവ് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള കൺസെപ്ച്വൽ സ്റ്റഡിയിലൂടെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമാണിത്. അപ്പോൾ തീർച്ചയായും മാസ്റ്റർ കീയോടൊപ്പം സഞ്ചരിച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ആൻഡ് ഒബ്വിയസ്ലി ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് നന്നായി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.